ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ഞായറാഴ്ച മുതൽ നാം ഏലിയ സ്ലീവ മൂശ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ ആരാധനക്രമത്തിൽ മിശിഹായുടെ രണ്ടാമത്തെ ആഗമനം, സ്ലീവായുടെ വിജയം, അന്തിമ മഹത്വം എന്നിവയിലേക്ക് നമ്മെ നയിക്കുന്ന അതീവ അർത്ഥവത്തായ കാലഘട്ടമാണിത്. ഈ കാലത്തിൻ്റെ ഹൃദയത്തിൽ സെപ്റ്റംബർ 14 വിശുദ്ധ സ്ലീവായുടെ പുകഴ്ചയുടെ തിരുനാൾ നിലകൊള്ളുന്നു. അതുകൊണ്ട് ഈ കാലം സ്ലീവായെ ഭയത്തോടെ നോക്കാനുള്ളതല്ല, കുരിശിൽ വെളിപ്പെട്ട മിശിഹായുടെ മഹത്വം തിരിച്ചറിയാനുള്ളതാണ്. താബോറിൽ ഈശോയോടൊപ്പം പ്രത്യക്ഷപ്പെടുന്ന മൂശയും ഏലിയായും നിയമത്തെയും പ്രവാചക പരമ്പരയെയും പ്രതിനിധീകരിക്കുമ്പോൾ അവരിലൂടെ പഴയ നിയമത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയും മിശിഹായിൽ പൂർത്തിയാകുന്നതാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം നമ്മോട് മാനസാന്തരത്തോടും ജാഗ്രതയോടും വിശുദ്ധിയോടും കൂടി മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തിനായി ഒരുങ്ങുവാൻ ആഹ്വാനം ചെയ്യുന്നു. സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ലിറ്റർജിക്കൽ കലണ്ടറും ഈ കാലത്തിൻ്റെ പ്രധാന വിഷയങ്ങളായി സ്ലീവായുടെ വിജയം, മിശിഹായുടെ രണ്ടാമത്തെ വരവ്, അന്തിമവിധി, മാനസാന്തരം എന്നിവയെ ചൂണ്ടിക്കാണിക്കുന്നു. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലെ വിശുദ്ധ അപ്രേമിൻ്റെ പ്രകാശം എന്ന ദൈവശാസ്ത്രവും ഇവിടെ വളരെ പ്രസക്തമാണ്. ദൈവസന്നിധിയിൽ നിന്നിറങ്ങുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രകാശം പ്രതിഫലിക്കണം. അങ്ങനെ മിശിഹായുടെ മഹത്വം പുറത്തു കാണിക്കുന്ന ഒരു പ്രകടനമല്ല, ഉള്ളിൽ സ്വീകരിച്ച ദൈവസാന്നിധ്യത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് ഏലിയ സ്ലീവ മൂശക്കാലം നമ്മോട് പറയുന്നത് ഇതാണ്: സ്ലീവായിലൂടെ കടന്നു പോകുന്ന ജീവിതമാണ് മഹത്വത്തിലേക്ക് എത്തുന്നത്. ഇന്നത്തെ 4 വായനകളും നമ്മെ ഒരു കൃത്യമായ ദൈവശാസ്ത്ര സത്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ആദ്യത്തെ വായനയിൽ ദൈവസന്നിധിയിൽ 40 ദിവസം കഴിഞ്ഞ് മൂശ മലയിൽ നിന്നിറങ്ങി വരുമ്പോൾ അവൻ്റെ മുഖം പ്രകാശപൂരിതമായിരുന്നു. ആ പ്രകാശം മൂശയുടെ സ്വന്തം മഹത്വമല്ല, ദൈവസാന്നിധ്യത്തിൽ നിന്ന് ലഭിച്ച മഹത്വത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. അതിനാൽ യഥാർത്ഥ വിശ്വാസിയുടെ മുഖത്ത് കാണേണ്ടത് സ്വന്തം ഇമേജ് അല്ല, ദൈവത്തിൻ്റെ പ്രകാശമാണ്. രണ്ടാമത്തെ വായന ദിനവൃത്താന്തത്തിൽ നിന്നുള്ള വായനയിൽ പുരോഹിതരും ലേവ്യരും ഒരേ ഹൃദയത്തോടെ കർത്താവ് നല്ലവനാണ്, അവൻ്റെ കരുണ എന്നേക്കുമെന്ന് സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം മേഘമായി ദേവാലയം നിറയ്ക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യക്തിയുടെ സ്വകാര്യ അനുഭവം മാത്രമല്ല, ആരാധനയിൽ ഒന്നാകുന്ന സമൂഹത്തിൻ്റെ അനുഭവം കൂടിയാണ്. മൂന്നാമത്തെ വായനയിൽ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ഉയർപ്പിൻ്റെ ശരീരം എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് വിത്തിൻ്റെ ഉപമയിലൂടെ മറുപടി നൽകുന്നു. വിത്ത് മണ്ണിൽ വീണ് നശിക്കുന്നത് പോലെ തോന്നിയാലും അതിൽ നിന്ന് പുതിയ ജീവൻ പുറപ്പെടുന്നു. അതുപോലെ മിശിഹായിൽ മരണം അവസാനമല്ല, നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്കും ദൗർബല്യത്തിൽ നിന്ന് മഹത്വത്തിലേക്കുമുള്ള രൂപാന്തരമാണ് ഉയർപ്പ്. പൗലോസിൻ്റെ വാദം ശരീരത്തെ ഉപേക്ഷിക്കുന്ന ഒരു ആത്മീയതയല്ല, മിശിഹായുടെ ഉയർപ്പിൽ പങ്കുചേരുന്ന യഥാർത്ഥ ശരീരത്തിൻ്റെ രൂപാന്തരമാണ് ക്രൈസ്തവ പ്രത്യാശ. ഒടുവിൽ മർക്കോസിൻ്റെ സുവിശേഷം എന്നുള്ള വായനയിൽ താബോർ ഈ 4 വായനകളുടെയും ഉച്ചകോടിയാണ്. മൂശയുടെ മുഖത്തെ പ്രകാശവും ദേവാലയത്തെ നിറച്ച മഹത്വവും ഉയർപ്പിൽ ലഭിക്കാനിരിക്കുന്ന ശരീരത്തിൻ്റെ തേജസ്സും താബോറിൽ മിശിഹായുടെ മുഖത്ത് പൂർണ്ണത പ്രാപിക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താബോറിലെ മഹത്വം സ്ലീവായ്ക്ക് മുമ്പുള്ള മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. മോശയും ഏലിയായും ഈശോയോടൊപ്പം സംസാരിക്കുന്നു. പിതാവ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിനെന്ന് പറയുന്ന, അതായത് നിയമവും പ്രവാചകന്മാരും പിതാവിൻ്റെ ശബ്ദവും ഒടുവിൽ നമ്മെ ഒരേ ഒരു വ്യക്തിത്വത്തിലേക്കാണ് നയിക്കുന്നത്, മിശിഹായിലേക്ക്. ഈ സുവിശേഷം ഇന്നത്തെ സമൂഹത്തോട് 3 കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് പറയുന്നു. ഒന്നാമതായി, ഗ്ലോ ഡോണ്ട് ഷോ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ നമ്മുടെ ഇമേജ് ബിൽഡ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് പോലെ ക്രിസ്തീയ ജീവിതം ഇമേജ് ബിൽഡിംഗ് അല്ല, ലൈഫ് ട്രാൻസ്ഫോമിംഗ് ആണ്. മൂശയുടെ മുഖം പ്രകാശിച്ചത് ഫിൽറ്റർ കൊണ്ടല്ല, ദൈവസന്നിധിയിൽ നിന്നതുകൊണ്ടാണ്. രണ്ടാമത്, ലിസൺ ബിഫോർ യു റിയാക്ട്. താബോറിലെ പിതാവിൻ്റെ വാക്ക് ഇവനെ ശ്രവിക്കുവിൻ എന്നതാണ്. ഒപ്പീനിയൻസ്, റീൽസ്, ഫോർവേഡ്സ്, കോൺട്രവേഴ്സീസ് എന്നിവയുടെ നോയിസിൽ ജീവിക്കുന്ന നമ്മുടെ തലമുറയ്ക്ക് ഓരോ കാര്യത്തിലും ഉടൻ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് മിശിഹായുടെ ശബ്ദം കേൾക്കുവാനുള്ള സ്പിരിച്വൽ മച്യൂരിറ്റി ആവശ്യമാണ്. മൂന്നാമത്, ഡോണ്ട് സ്റ്റേ ഓൺ താബോർ, ക്യാരി താബോർ ടു ദ വാലി. പത്രോസ് മലമുകളിൽ തന്നെ കൂടാരം പണിയാൻ ആഗ്രഹിച്ചു, പക്ഷേ ഈശോ അവരെ താഴേക്ക് കൊണ്ടുവന്നു.
കാരണം മിശിഹ അനുഭവത്തിൻ്റെ ലക്ഷ്യം മലമുകളിൽ നിൽക്കുകയല്ല, താഴ്വരയിൽ മനുഷ്യൻ്റെ വേദനയിലേക്ക് മഹത്വത്തിൻ്റെ പ്രകാശം കൊണ്ടുപോവുക എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രയർ നമ്മുടെ ഫാമിലിയിൽ സ്നേഹമായിട്ട് മാറണം, നമ്മുടെ കുർബാന നമ്മുടെ സമൂഹത്തിൽ കരുണയായിട്ട് മാറണം, നമ്മുടെ ഫെയ്ത്ത് മറ്റൊരാളുടെ ജീവിതത്തിൽ ഹോപ്പായിട്ട് മാറണം. അതുകൊണ്ട് ഈ ഏലിയ സ്ലീവ മൂശ കാലത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം: എൻ്റെ ജീവിതത്തിൽ മിശിഹായുടെ പ്രകാശം പ്രതിഫലിക്കുന്നുണ്ടോ? മൂശയുടെ മുഖത്തെ പ്രകാശവും ദേവാലയം നിറച്ച ദൈവമഹത്വവും ഉയർപ്പിൽ ലഭിക്കാനിരിക്കുന്ന ശരീരത്തിൻ്റെ തേജസ്സും താബോറിൽ വെളിപ്പെട്ട മിശിഹായുടെ മഹത്വവും ഒടുവിൽ ഒരേ സത്യത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. സ്ലീവായെ ഒഴിവാക്കി മഹത്വത്തിലേക്ക് പോകുന്നത് ക്രിസ്തീയ വഴിയല്ല. സ്ലീവായെ ചേർത്തു പിടിച്ച് മിശിഹായോടൊപ്പം നടക്കുമ്പോഴാണ് മഹത്വത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഈ കാലത്ത് നാം സ്ലീവായെ നോക്കുമ്പോൾ പരാജയം കാണാതിരിക്കുക. സ്ലീവായുടെ പിന്നിൽ ഉയർപ്പിൻ്റെ പ്രഭാതവും ആ പ്രഭാതത്തിൻ്റെ മധ്യത്തിൽ മഹത്വത്തോടെ നിൽക്കുന്ന മിശിഹായെയും കാണുക. ആമേൻ.